അല്ല ഗൈസ്, അനീഷിനെ കുറിച്ച് എന്തൊക്കെ കേൾക്കണത്? അനുമോളിൻ്റെ ഫാമിലി, അനുമോളിൻ്റെ പെങ്ങളൊക്കെ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? അതായത് അനുമോളുടെ ഒരു പേജ് ഉണ്ടല്ലോ, അനുമോളുടെ PR ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു പേജ്, അവരുടെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പരസ്പരം കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പേജ്. അതിൽ അനീഷിൻ്റെ ടീംസ് വന്നിട്ട് അനുമോൾക്കെതിരെ നല്ലൊരു പണി കൊടുക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. ഇതിലെ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എനിക്ക് തോന്നുന്നത് അനീഷിന് ആ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വോട്ട് മറിയുന്ന ഒരാൾ അനീഷാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ പിന്നുള്ളത് അനുമോളാണ്. ഇവിടെ അനുമോളും അനീഷുമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ കട്ടക്കുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് പറയുന്നത്. അതായത് അവൻ്റെ ഉള്ളിൽ അവർ അനുമോളും അനീഷും ഓപ്പോസിറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവരാണ് അവിടെ മെയിൻ കോമ്പറ്റീഷൻ എന്നല്ല, വോട്ടിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ നടക്കുന്നത് പുറത്ത് അനുമോളും അനീഷുമാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അനീഷിനെ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിലാണ് അനുമോൾക്ക് ഒരുപക്ഷെ ആ വോട്ടുകൾ കിട്ടുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അനുമോളെ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അനീഷിനും വോട്ടുകൾ കിട്ടുന്നുണ്ടായിരിക്കും. ഇത് അനീഷിൻ്റെ പ്ലാനോ അനുമോളുടെ പ്ലാനോ ഒന്നല്ല, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പുറത്തുള്ള ഒരു ഡേർട്ടി ഗെയിം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ സ്വാഭാവികമായിട്ട് അനുമോൾ PR അനുമോളിൻ്റെ ടീംസിന് അനീഷിനെ തരം താഴ്ത്തുള്ളതുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിട്ടായിരിക്കും ഈ അനീഷിൻ്റെ ആർമിക്കാർക്കെതിരെ, അനീഷിനെതിരെ അല്ലെങ്കിൽ അനീഷിൻ്റെ പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ ഒക്കുമോ ഗൈസ്? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അനുമോളെ മനഃപൂർവ്വം കരിവായിരുത്തേക്കാണെന്ന്. അത് ഇപ്പോൾ എന്നാൽ അനീഷ് അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ, അങ്ങനെ ചിന്തിക്കരുത്. അതിപ്പോൾ അനീഷ് എന്ത് തെറ്റ് ചെയ്ത്? അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, പുറത്തുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവരുടെ ഒരു സ്നേഹത്തിൻ്റെ പുറത്തും അനീഷിനെ കപ്പടിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപക്ഷെ അവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റൻസ്, ഒന്ന് അനീഷും ഒന്ന് അനുമോള. ഞാൻ ആരുടെ പക്ഷം പിടിക്കും? നിങ്ങൾ പറയും, ഞാൻ ആരുടെ പക്ഷം പിടിക്കും? ആരുടെയും പക്ഷം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എത്രയാണ്, പലരും ഇങ്ങനെ വളരെ ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അനീഷ് വില്ലനാണ്, അനുമോളെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. അനീഷ് എവിടെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചത്? ബിഗ് ബോസിൽ അനുമോളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനീഷ്, അല്ലെങ്കിൽ അനീഷിൻ്റെ കുറ്റം അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ ഗെയിം അവിടെ കളിച്ചുകൊണ്ടിരിക്കണം. അത്രയുള്ളൂ. ഈ പുറത്താണ് ഇതിനേക്കാൾ വലിയ മാരകമായ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഇവിടെ സംഭവങ്ങൾ? ഇത് കൂടുതൽ വിവരങ്ങൾ നോക്കട്ടെ, എന്തൊക്കെ വരും നോക്കട്ടെ. സോ ഞാനിവിടെ പറഞ്ഞു വന്നിട്ട് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞിട്ട് അവർ അനുമോളുടെ ഫാമിലി അല്ലേ, അവർ പുറത്ത് വന്നപ്പോഴേക്ക് ഇത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരെ ഞാൻ എപ്പോഴും ആലോചിക്കുകയായിരുന്നു. ഇത് അതായത് എപ്പിസോഡിലായിട്ട് വരുന്നതിന് മുമ്പ്, ലൈവിൽ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി എന്തായാലും കുറേ ഡേർട്ടി ഗെയിമൊക്കെ കൂടുതൽ വന്യമാവാനാണ് ഗെയ്സ് സാധ്യത. അപ്പോൾ അനുമോളും ആര്യനും ഇല്ലേ, ആ ഒരു സമയത്ത് അപ്പാനിയുടെ PR ആയിരുന്നു. അമ്മച്ചേ എന്തൊക്കെ പൂമാരി കാണിച്ചു വെച്ചായിരുന്നില്ലേ. അതേപോലെ ജിസേലിൻ്റെ PR ഗ്രൂപ്പ് ഉണ്ട്. അമ്മച്ചേ ജിസേലിൻ്റെ പിന്നെ ഒരു രക്ഷയില്ലാത്ത ടീംസാണ്. എന്തായാലും കാണാം നമുക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗൈസ് അനീഷ് അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ പുറത്ത് കാശൊക്കെ കൊടുത്തിട്ട് PR ഗ്രൂപ്പിനൊക്കെ റെഡിയാക്കിയിട്ട് പോയതെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിട്ട് ഓരോരുത്തർ വരുന്നുണ്ടാവും. അപ്പോൾ അനുമോൾ ഫാൻസ് തന്നെ വന്നിട്ട് തെറി വിളിക്കണം, അങ്ങനെ വിചാരിക്കേണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റൻസ് അനീഷും അനുമോളാണ്. ഓക്കെ, അയ്യാലൊരു ഓപ്പണായിട്ട് പറയുകയാണ്. ഞാനെന്ത് പറയുന്നത്, ഒരു കോമണറായിട്ടുള്ള അനീഷിനെ ആളുകൾ വോട്ട് ചെയ്യണത് കോമണർ എന്ന രീതിയിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നില്ല കേസ്. അനീഷ് അവിടെ നെഗറ്റീവായിട്ടുള്ള സംഗതികൾ അങ്ങനെ അത്ര സ്പ്രെഡ് ചെയ്യണില്ല. അതുകൊണ്ട് അനീഷിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും. പിന്നെ അവന് മറ്റുള്ളവരുടെ ഒരു ബഹുമാനം ഇതൊക്കെ ഉണ്ട്. എന്ന് കരുതി അവൻ എല്ലാ രീതിയിലും പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്. മനുഷ്യനല്ലേ, പുള്ളേ തെറ്റൊക്കെ പറ്റും. അപ്പോൾ അവൻ്റേതായ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അവൻ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവൻ ഹീസ് സംതിങ് ഡിഫറെൻറ്റ്, വളരെ യുണീക്കാണ്, വളരെ ഡിഫറെൻ്റാണ്, വളരെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളാണ്. ഭയങ്കര ചുറുചുറുക്കുണ്ട്, നിഷ്കളങ്കത ഉണ്ട്, പിന്നെ ഒരു എമ്പതി ഉണ്ട് അല്ലേ, അതൊക്കെ ഉണ്ട്. കുറച്ച് വെറുപ്പീരുണ്ട് എന്നേ ഉള്ളൂ. അത് ഗെയിമിൻ്റെ ഭാഗമല്ലേ, നമ്മൾ വിചാരിക്കണ മാതിരി ഒരു ഗെയിം കളിക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നത്, അപ്പോൾ അനീഷ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് ഉള്ളിലേക്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോയതെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. പുറത്ത് ഗെയിമിൻ്റെ രീതിയൊക്കെ മാറുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനീഷ് പോലും അറിയാണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആവാനാണ് തരമുള്ളൂ. ഇനിയിപ്പോൾ അനുമോളുടെ PR മനഃപൂർവ്വം അനീഷിനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണതാണ് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മേ ബി ഡേർട്ടി ഗെയിം ഉണ്ടായിരിക്കും പുറത്ത്. എന്തായാലും
അനീഷ് തകർന്നു പോയാലും അനുമോൾ തകർന്നു പോയാലും എനിക്ക് ഈ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെ എനിക്കത് വേദനയായിരിക്കും. എന്തായാലും സംഭവം അത്രയേ ഉള്ളൂ. നോക്കട്ടെ, ഇനി നോക്കിക്കോ, ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ കളി പാറും. 10-15 ദിവസം ഇല്ല, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കളി പാറും. തീക്കളിയായിരിക്കും അവിടെ, തീ പാറും. നോക്കിക്കോ, അപ്പോൾ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടാവും. ഇപ്പോൾ അനുമോൾക്കെതിരെ വലിയൊരു പണിയായിട്ട് തോന്നിയിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ ജീവൻ അവിടെ കയറി വന്ന് തോന്നുന്നു കേസ്. അപ്പോൾ അതാണ് വളരെ ഡീഗ്രേഡ് ചെയ്യുന്നു അനുമോളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വർത്താനമൊക്കെ പുറത്തുള്ളത് തോന്നുന്നു കേസ്. അപ്പോൾ 5 കൊല്ലം ജീവനായിട്ട് പ്രേമത്തിലായിരുന്നു അനുമോൾ, നബി 2 പ്രേമത്തിലായിരുന്നു, പിന്നെ ബ്രേക്കപ്പ് ആയിരുന്നു, ആ ഒരു സംഗതിയാണെന്നൊക്കെ. അതൊക്കെ ഒരു പേഴ്സണലായ കാര്യമാണ്. അതിപ്പോൾ ബിഗ് ബോസിൽ അനുമോൾ നെഗറ്റീവായിട്ട് ടാർണിഷ് ചെയ്യാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസ്. നമ്മുടെ ലൈഫിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും, റിലേഷൻഷിപ്പുകളും ബ്രേക്കപ്പും പുതിയ റിലേഷൻഷിപ്പുകളും ഒക്കെ ഉണ്ടായിരിക്കും. അത് കാര്യമില്ല. എന്തായാലും അവർ അനുമോൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ എനിക്കതാണ് ആഗ്രഹം. അനുമോൾ ആ ആദിലനൂറുടെ വാലും തൂങ്ങി നടക്കണമെങ്കിൽ എനിക്ക് കണ്ണിൻ്റെ വരെ പിടിക്കില്ല, ഉള്ള കാര്യം പറയല്ലോ. അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ അടിപൊളിയാവും. അതേപോലെ അനീഷ ഷാനവാസിൻ്റെ കമ്പനിയായിട്ട് നടക്കണമെങ്കിൽ എനിക്കിഷ്ടമല്ല, ഉള്ള കാര്യം പറയാലോ. പുറത്ത് പിന്നെ PR ഗ്രൂപ്പ് ഉണ്ടോ ഇല്ല എന്നവിടെ വിഷയമല്ല. എന്താവട്ടെ കേസ്, അനീഷും അനുമോളും എല്ലാവരും ഒറ്റയ്ക്ക് അടിപൊളിയായിട്ട് കളിക്കട്ടെ ഞാൻ വിചാരിക്കുന്നു കേസ്. പിന്നെ എൻ്റെ ഒരു വൈൽഡ് ഗസ് ഞാൻ പറയട്ടെ, അധികം വൈകാട്ട് തെറിക്കാൻ സാധ്യത അവിടുത്തെ. ഡിസേർവിങ് അല്ല അവിടെ. അപ്പോൾ ആദർ പോയിട്ടുണ്ടെങ്കിൽ 100 കുറച്ചുകൂടി സ്ട്രോങ് ആവും, അല്ലെങ്കിൽ 100 പൊട്ടിത്തകരും തോന്നുന്നു കേസ്. എന്തായാലും ഒരു വലിയൊരു മാറ്റം അവിടെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന കേസാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.